ഫ്രണ്ട്സ്, വെൽക്കം ടു സുനീസ് കിച്ചൺ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും രുചികരമായി കഴിക്കാൻ പറ്റിയതുമായ മുട്ട കുറുമയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായൊരു ഡിഷാണിത്. അപ്പം നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പം നമ്മൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 സവാളയാണ്. അത് നമുക്ക് അതിനകത്തിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളെ സവാള അല്പം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു 2 അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇവിടെ നടുകീറി വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അപ്പം നമ്മളെ സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളെ സവാള അത്യാവശ്യം വഴണ്ട് വരുന്നുണ്ട്. നല്ല പച്ചമുളകിൻ്റെ സ്മെല്ലും ആ കറിവേപ്പിലേൻ്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം നമുക്കിതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്നൊരു അല്പം, ഒരു 1/4 സ്പൂൺ ഇല്ല കേട്ടോ, അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മളെ സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായി വഴണ്ട് വന്ന ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാലില്ലേ, അതിലെ 2ാമത്തെ പാലാണിത്. ഈ പാല് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ 2ാം പാലാണ് ഒഴിച്ചത്. ഇനി നമുക്ക് സിം ഒന്ന് അല്പം കൂട്ടി വെക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. നമ്മളിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നിടണമെങ്കിൽ അങ്ങനെ ഇടാം. നന്നായി തിളച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് 1ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളെ 1ാം പാൽ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് നോക്കാം നമുക്ക്. നമ്മൾ നേരത്തെ സവാള വഴറ്റുന്ന സമയത്താണ് ഉപ്പ് ഇട്ടത്. ഉപ്പ് അല്പം കുറവുണ്ട്, ഉപ്പ് ചേർത്തി കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇതിനകത്ത് ഇട്ടത് വെറും 2 മാത്രമാണ്. നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് ഇടാം. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 1-2 പച്ചമുളക് ഇട്ടാൽ മതി. കൂടുതൽ എരിവാണെങ്കിൽ അവർക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ. നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയം ഞാൻ 3 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്ത് വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഉപ്പും എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യാണ്ടാണോ ഇടാൻ ഇഷ്ടം എങ്കിൽ അങ്ങനെ ഇടാം. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച മുട്ടയാണിത്, 3 ഉണ്ട്. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മുട്ടക്കറീൻ്റെ സ്റ്റൗ ഞാൻ സിമ്മിലാണ് ഇവിടെ ഇട്ട് വെച്ചേക്കുന്നത്. അത്യാവശ്യം തളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് എരിവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഒരു 1/2 സ്പൂണ്, ഞാനൊരു 1/2 സ്പൂൺ എടുക്കുന്നുള്ളൂ. കുരുമുളക് പൊടി നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും മൂപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പം നമ്മളെ കറിവേപ്പിലയും കുരുമുളക് പൊടിയും നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പം നമ്മളെ മുട്ട കുറുമ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ആ കുരുമുളകിൻ്റെയും ആ കറിവേപ്പിലേൻ്റെയും കേട്ടോ. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുള്ളത്, വലിയ എരിവൊന്നുമില്ല. നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും വെള്ളാപ്പത്തിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും രുചികരമായി കഴിക്കാൻ പറ്റിയതുമായ ഒരു കുറുമയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക. ഞാനിന്ന് കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിൻ്റെ കൂടെയാണ്. നമുക്ക് പൊറോട്ടൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ വെള്ളാപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഈ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, ഇത് ഉണ്ടാക്കി കഴിക്കണം. ഇത് കഴിച്ചു കഴിഞ്ഞാലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.